ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ്. വൈകുന്നേരങ്ങളിൽ ചായ ഇടുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് നെയ്യാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് ക്യാരറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. ഒരല്പസമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ക്യാരറ്റൊക്കെ ഒന്ന് വാടി ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. ക്യാരറ്റ് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് ഒരല്പസമയം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും ക്യാരറ്റും എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഈ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി കൈകൊണ്ടൊക്കെ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം കയ്യിൽ ഒരല്പം നെയ്യ് തേച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ക്യാരറ്റ് വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.